ചെങ്കള എന്താ വർത്താനം ഉഷാറല്ലേ? ഒരുപാട് കാലത്തെ നിധി തന്നെ പെരയിലിട്ടോ. ഈ നിധികളെല്ലാം കൊണ്ട് ഞാൻ വിൽക്കാൻ കൊണ്ടുപോകണ്ടേ. വിൽക്കാൻ കൊണ്ടൊരു കാരണം വെച്ചാൽ നമ്മളെ ചലഞ്ച് ഉസാറാക്കണം, പരിപാടി കളർഫുൾ ആക്കണം എന്നിട്ടാണ് പരിപാടി കേട്ടോ. അപ്പൊ കഥ എന്ന് പറഞ്ഞാലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇരുന്നങ്ങ് കേട്ടോ. അപ്പൊ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ പണ്ട് പറഞ്ഞ മാതിരി രാവിലെ എണീറ്റു, പല്ലിച്ചു, കുളിച്ചു, നിസ്കരിച്ചു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് പോയി. വണ്ടി എടുത്ത് പോയി കിടക്കുന്ന സാധനങ്ങൾ, വണ്ടി നിറയെ സാധനങ്ങളുണ്ട്, മേലും താഴെയും എല്ലാം ഉണ്ട്. പക്ഷെ വണ്ടി അറിയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, വണ്ടിയിൽ എണ്ണല്ല. പണ്ടത്തോട് പറഞ്ഞ മാതിരി പുറത്ത് ഇറങ്ങിയാൽ ഒത്തു കയറാൻ പാടില്ല സംഭവം അമ്മ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ അവസാനം പേരേക്ക് തന്നെ ഉണ്ട്. ഞാൻ വണ്ടി എണ്ണ വിട്ട് നോക്കിയപ്പോൾ തുള്ളി എണ്ണിട്ടില്ല. സംഭവം എണ്ണ അമ്മയ്ക്ക് പാപ്പാന്റെ തന്നെ എണ്ണ വിട്ടാൽ ഞാൻ ചെയ്ത് അവിടെ നിന്ന് സ്കിപ്പായിട്ടോ. എന്നിട്ട് പണ്ടത്ത് പോയി എണ്ണൊക്കെ പറഞ്ഞ് ചെയ്ത് പരിപാടി കളർഫുള്ളാക്കി നമ്മൾ ഒന്ന് യാത്ര വീണ്ടും തിരിച്ചിട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് കോഴിക്കോട് എത്തി. കോഴിക്കോട് പൊളിമാർക്കത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രനകത്ത് ഇവിടെ ഒന്നും കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ വിളിച്ചേക്ക് ഓരോരുത്തർ ബിസിയാണ്. അങ്ങനെ 2-3 കടക്കാരിപ്പോ എന്ത് ചെയ്ത് ആളെ കണ്ട്. പക്ഷെ എന്ത് ചെയ്ത് അപ്പുറത്ത് പോയി നോക്കിയാണ്. അപ്പുറത്തെ താഴത്തേക്ക് നോക്കിയാളായിരുന്നു. എന്ത് ചെയ്ത് സംഭവം എനിക്ക് മനസ്സിലായി, ഇതുവർക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം. നമ്മൾ വേറെ കട കിട്ടാൻ വേണ്ടി 10 മണി വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ 1-2 കടക്കാർ തുറന്നത് ഒരു നോക്കണൊക്കെ ഉണ്ട്. ഒരു നോക്കണപ്പോ എന്താ വെച്ചാൽ പുതിയ സാധനം എന്നുള്ള നോക്കുന്നത്. പുതിയ സാധനം ഇപ്പൊ എങ്ങോട്ട് കൊണ്ടിട്ട് ആവശ്യമുണ്ട്. കടക്കാരോട് വീണ്ടും ചോദിച്ചാൽ നമ്മളെ ആവശ്യമാണല്ലോ. നോക്കുന്നുണ്ട്, പക്ഷെ നോക്കുന്നില്ല, ഓൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഞാൻ വണ്ടിന്റെ ഒരു സാധനം വാങ്ങിയ ഒരു കണ്ടായി. ആശാദ് കൊണ്ടുപോയി. അപ്പൊ ആശാദ് നല്ല വിലട്ടിനെ ചോദിച്ചു. ആശാദ് ഒറ്റയ്ക്ക് പറഞ്ഞു 1000 രൂപ മൊത്തത്തിൽ ഇറക്കി തരാണ്. അടച്ചുവാൻ 1000 രൂപ വണ്ടിക്കൂലി മുതലാ ചോദിച്ചു. അവിടെ ഒരു 1500 തരാണ്. എന്നാ ഒരു 1500 2500 തരാണ്. ഞാൻ പറഞ്ഞു അവിടെ കണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് കണ്ട കടക്കാരൻ ഞാൻ ഒന്ന് വന്നോക്കി മൂപ്പർ പറഞ്ഞു സാധനം ഇറക്കിക്കൊണ്ടാ ഞാൻ ഒന്ന് വില നോക്കട്ടെ എന്ന് പറഞ്ഞു. മൂപ്പർ പറഞ്ഞു എനിക്കൊരു കാര്യം മനസ്സിലായി, മൂപ്പർക്ക് നഷ്ടമാണ്. പക്ഷെ അവൻ നഷ്ടത്തിനും വാങ്ങണ്ട, മൂപ്പർ ലാഭത്തിനും വാങ്ങിക്കോട്ടെ. പക്ഷെ എന്തായാലും മൂപ്പർ ആ പൈസ തരുള്ളൂ. ആയിക്കോട്ടെ എന്ന് ഉറപ്പിച്ചു. അങ്ങനത്തെ മൂപ്പരെ കടയൊക്കെ ഒന്ന് കാണിച്ചടിച്ച് യൂട്യൂബറൊക്കെ അല്ലേന്നാണ്. ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ പരിപാടി തുടങ്ങി. എന്നൊന്ന് കേട്ടോളൂ മൂപ്പർ എന്തൊക്കെ പറയാണ്ടെന്നാണ്. അഡ്ജസ്റ്റ്മെന്റ് പറയാ മറ്റേതാവും എല്ലാ വണ്ടിയിലും കാർ ഐറ്റംസ് മെയിൻ ആയിട്ട് അല്ലേ? ബൈക്ക് വരാനൊന്നുമില്ല. കാറിന് ഏകദേശം വലിയ വണ്ടി ബൊലോറോ എല്ലാം വരും. നമ്മൾ ഫോളോവർക്ക് എത്തി കൊടുക്കും, നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ ഫോളോവർ ആയപ്പോൾ പറഞ്ഞാൽ മതി. റോൾ ഡേ ബ്ലോഗിന്റെ എന്താ പറയാ പ്രത്യേക പരിഗണന ഇവിടെ ഉണ്ടാവും, നമുക്ക് ഉണ്ടാവും. നമ്പർ താഴെ കൊടുക്കാം, വിളിച്ചോളി, വന്നോളി. അതുപോലെ നമ്മളെ നല്ല തന്നെയാണ് കളി എന്ന് പറഞ്ഞാൽ പോരാ. ഫുട്ബോൾ കൊണ്ട് പൊളിച്ചെടുക്കേണ്ട പോത്തല്. അത് കണ്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയാ പത്തിക്കെടുത്ത് തോന്നി. ആ കണക്കിന് വല്ല പാടത്താണ് 2 ഗോളാണ് പോത്തല് നൈസായിട്ട് കിട്ടുന്നത്. നല്ല തണ്ണിക്ക് ഒന്നിടാൻ കഴിഞ്ഞോളൂ. പക്ഷെ എങ്കിൽ പോത്തലിന്റെ ആവേശത്തിന് യാതൊരു കമ്മില്ല. കളി തീരോളം ആശാന്മാരെല്ലാം കൂകി തിമിർത്ത് അടിച്ച് പൊളിച്ച് കിട്ടും. അപ്പൊ ബാക്കി പിന്നെ